السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن جابر بن عبد الله رضي الله عنهما عن النبي صلى الله عليه وسلم قال: كل معروف صدقة. رواه البخاري. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6021 ഹദീസ് നമ്പറിൽ രേഖപ്പെടുത്തുന്ന ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് നിവേദനം ചെയ്ത വളരെ ചെറിയ ഒരു ഹദീസ്, എല്ലാവർക്കും പഠിക്കാനും മനസ്സിലാക്കാനും എളുപ്പമുള്ള ഒന്ന്. കുല്ലു മഅറൂഫിൻ സ്വദഖ. എല്ലാ മഅറൂഫുകളും സ്വദഖയാണ്. സ്വദഖ എന്താ നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കി വെച്ചത് സ്വദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങനെ സാമ്പത്തികമായിട്ട് ക്രയവിക്രയം ചെയ്യുക എന്നതാണ്. എന്നാൽ മഅറൂഫ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വദഖ എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഉപകാരം, നല്ല കാര്യം, നന്മ, സദാചാരം എന്നിങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ആശയങ്ങളുള്ള അർത്ഥതലങ്ങളുള്ള ഒരു കാര്യമാണ് മഅറൂഫ് എന്നുള്ളത്. അൽ മഅറൂഫുൽ ഇസ്ലാം, ഇസ്ലാമിലെ മഅറൂഫ് എന്താ? അൽ ഹുസ്നു ഫി ശർഇയ്യ വൽ അഖൽ. ഭൗതികവും ശർഇയ്യ മതപരവുമായിട്ടുള്ള എല്ലാ നന്മകൾക്കും, ദീനിൽ അറിയപ്പെട്ട എല്ലാ നന്മകൾക്കുമാണ് മഅറൂഫ് എന്ന് പറയാം. അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, ചെയ്യാൻ കഴിയുന്നതാകട്ടെ, നല്ല വാക്ക് പറയുന്നത് പോലും അതിൻ്റെ ഗണത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ 263 ആയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സദഖയാണ് വലിയ കാര്യം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതിനേക്കാൾ നല്ല എന്താണെന്നുള്ള പഠിപ്പിക്കാം. ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സദഖ. സദഖയേക്കാൾ നല്ല വാക്ക് പറയലാണ്. എങ്ങനെ? അത് കൊടുത്തതിന് ശേഷം ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ. അപ്പൊ കെട്ടുകണക്കിന് അല്ലെങ്കിൽ ഏക്കർ കണക്കിന് ഒക്കെ സദഖ കൊടുക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ ഒരു നല്ല വാക്ക് പറയാൻ പലപ്പോഴും ആളുകൾക്ക് പ്രയാസമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സദഖ എന്ന് ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞത്. കുല്ലു തഹ്ലീലിൻ സദഖ വകുല്ലു തക്ബീരിൻ സദഖ വകുല്ലു തഹ്മീദിൻ സദഖ വകുല്ലു തസ്ബീഹിൻ സദഖ. തഹ്ലീലും തക്ബീറും തഹ്മീദും സുബ്ഹാനല്ലാഹ് പറയുന്നതും അൽഹംദുലില്ലാഹ് പറയുന്നതും അല്ലാഹു അക്ബർ പറയുന്നതും ഒക്കെ സദഖയാണ്. ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത് സദഖയാണ്. ഒരാളിങ്ങനെ പോകുമ്പോൾ കണ്ണിലേക്ക് കുത്തുന്ന ഇല കൊഴിഞ്ഞ ഒരു മരത്തിന്റെ ചെറിയ തണ്ടുണ്ട്. ടൂ വീലറുകാരൻ പോകുമ്പോൾ ചിലപ്പോൾ കണ്ണ് തട്ടുമായിരിക്കും. അതൊന്നും ഇങ്ങനെ ഇടത്തേക്ക് കൈകൊണ്ട് അല്ലെങ്കിൽ വലത്തേക്ക് കൊണ്ട് പൊട്ടിച്ചു വെച്ചു. അത് സ്വതക്കയാണ്. സ്വതക്കാന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ ഇങ്ങനെ സ്വർഗത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. അത് സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുക. റസൂലെ സ്വർഗത്തിൽ കൂടി നടക്കാൻ മാത്രമല്ല എന്താ ചെയ്തത്? ഒന്നുമില്ല. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിലുണ്ടായിരുന്ന ഒരു മരത്തിന്റെ കമ്പ് അയാൾ മുറിച്ചു മാറ്റി. സ്വതക്ക. അറിവ് നൽകൽ, ഒരാൾക്കൊരു അറിവ് പറഞ്ഞു കൊടുക്കൽ ഒരു സ്വതക്കയാണ്. നന്മ കൽപ്പിക്കൽ, മൃഗങ്ങൾക്ക് പ്രയാസപ്പെടുത്താതെ അവറ്റയ്ക്ക് എല്ലാത്തിനുമല്ല അത്യാവശ്യമായി ഏതെങ്കിലുമൊക്കെ പ്രയാസപ്പെടുന്ന മൃഗങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത് പോലും സ്വതക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഹദീസിൽ കാണാൻ പറ്റും. നായ്ക്ക് വെള്ളം കൊടുത്തൊക്കെ അതിലേക്ക് കിടക്കുന്നില്ല. കുടുംബത്തിന് ചെലവ് കൊടുക്കുക. ഇപ്പൊ നമ്മള് മറ്റുള്ള ഒരാൾക്ക്, വീട്ടിൽ വന്ന ഒരാൾക്ക് 5 രൂപ കൊടുത്തു അല്ലെ 10 രൂപ കൊടുത്തു, അതൊക്കെ എന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കാം. അവനവന്റെ മക്കൾക്കും ഭാര്യക്കും വേണ്ടി ചെലവിന് കൊടുക്കാൻ വേണ്ടി നേരം വെളുത്ത് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നതിന് ഓരോ രൂപയും അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മറ്റു സ്വതക്ക കൊടുക്കുന്നതിനേക്കാളൊക്കെ ഏറെ പുണ്യമുണ്ട് എന്ന് റസൂൽ പഠിപ്പിക്കുക. അവനവന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്ന ഓരോന്നിനും പുണ്യമുണ്ട്. എന്തൊരു പുണ്യത്തിന്റെ അടിത്തളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദിക്റുകൾ, ഖുർആൻ പാരായണം, സ്വലാത്ത് എല്ലാം. അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റില്ല. തഹ്ഖറന്ന ബിൽ മഅറൂഫ് ഷൈഅൻ വലൗ അൻ തൽഖാ ഖാക ബി വൽ വജ്ഹിൻ തൽഖബ്. അബൂദറെ, ഒന്നും നിസ്സാരമായി കാണരുത്. ഒന്നും നിസ്സാരമല്ല, ഒക്കെ ഗൗരവപ്പെട്ട കാര്യമാണ്. തന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കാണുന്നത് പോലും സ്വതക്കയാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി ചുരുട്ടിയാണ് റസൂൽ ഒറ്റ പദപ്രയോഗത്തിൽ അവസാനിപ്പിച്ചത്. കുല്ലു മഅറൂഫിൻ സ്വദഖ. എല്ലാ മഅറൂഫും സ്വദഖയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും വാക്കുകൊണ്ടോ നാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ കഴിയാവുന്നിടത്തോളം എല്ലാ നന്മകളും സാംശീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാവിൽ നനവുള്ളിടത്തോളം കാലം ദിക്റും ഫിക്റുമായി കഴിഞ്ഞുകൂടി തക്ബീറും തഹ്ലീലും തഹ്മീദും തക്ബീറും വാഴ്ത്തി അഫ്ളൽ ദിക്ർ ലാ ഇലാഹ
ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് സലീമായ ഹൃദയത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ ആവശ്യമായ ഈമാൻ ഒരുക്കി വെക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചകളും അബദ്ധങ്ങളും തെറ്റും കുറ്റവും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ മരണപ്പെട്ട് ബർസഖിയായ ജീവിതത്തിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾ മഅഫുറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവരുണ്ട്. ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അവരെ അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അവർക്കും നമുക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ പ്രവിശാലമായ അല്ലാഹുവിന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളും ഉൾപ്പെടുന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.